കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബാണാസുര സാഗർ ഡാം അടക്കം 9 ഡാമുകളിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മേഘന, സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയുണ്ട്. പ്രത്യേകിച്ചും ഈ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായി തന്നെ മഴ പെയ്യുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 9 ഡാമുകൾക്കാണ്. വിവരങ്ങൾ എന്താണ്? സംസ്ഥാനത്ത് ശക്തമായ മഴ, അത് മധ്യ വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴ തുടരുന്നത്. ഓറഞ്ച് അലർട്ട് അടക്കം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വൃഷ്ടിപ്രദേശത്ത്, ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഈ സമീപ പ്രദേശങ്ങളിൽ ഇതിൽ നിശ്ചിത അളവിൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ബാണാസുര അണക്കെട്ടിലടക്കം കക്കി ഡാമിലടക്കം വെള്ളം നിശ്ചിത അളവിൽ തുറന്നുവിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കക്കി, മൂഴിയാർ, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, ഷോളയാർ, പെരിങ്ങൽകുത്ത്, ബാണാസുര ഡാമുകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നദീ പരിസരങ്ങളിൽ ഈ ഡാമുകളുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നദിയിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ, ഡാമുകളുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഇതിൽ അധികൃതരുടെ ഒരു നിർദ്ദേശം, ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനും തയ്യാറാകണമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അതുപോലെ തന്നെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ, അത് ന്യൂനമർദ്ദ സാധ്യത അടക്കം കണക്കിലെടുത്ത് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ഈ വൃഷ്ടിപ്രദേശങ്ങളിലും മഴ ശക്തമായി തുടരുന്നതുകൊണ്ട് തന്നെ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. നിശ്ചിത അളവിൽ ഇന്ന് രാത്രി തന്നെ ജലം തുറന്നുവിടുമെന്നും അറിയിക്കുന്നുണ്ട്. യെസ്, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.